ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? അതും മല്ലനായ ഗോലിയാത്തിനെ വെറും കല്ലും കവണയും ഉപയോഗിച്ച് മലർത്തിയടിച്ച ദാവീദിന്. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 എന്ന സ്ത്രീകളുടെ സ്തുതിപ്പ് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ശൗലിന് അസൂയയും കുശുമ്പും. ദുരാത്മാവ് ബാധിച്ച് ചിത്തഭ്രമത്തിന്റെ അവസ്ഥയിലാകുന്ന ശൗലിന് ആശ്വാസം പകരാനായി മനോഹരമായി കിന്നരം വായിക്കാനായി കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു പയ്യനായിരുന്നു ദാവീദ്. എന്നിട്ടും തന്റെ സൗഖ്യദായകനെ കൊല്ലാൻ ശൗൽ കുന്തം ഉപയോഗിച്ചു. കാരണം മറ്റൊന്നുമല്ല, കണ്ണുകടി. 2 പ്രാവശ്യം കുന്തമെടുത്തെറിഞ്ഞിട്ടും ദാവീദ് രക്ഷപ്പെട്ടപ്പോൾ ശൗലിന്റെ ഉന്നം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഊഹിക്കാമല്ലോ. എന്നിട്ടും ആ പയ്യൻ വീണ്ടും പോയിരുന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചവന്റെ രോഗം മാറ്റാൻ കിന്നരം വായിക്കുകയാണ്. അപ്പോഴാണ് ശൗലിന്റെ 3ാമത്തെ കൊലപാതക ശ്രമം. ദാവീദ് അവിടെ ഓടി രക്ഷപ്പെട്ടു. പല സ്ഥലത്തും അലഞ്ഞു. പിന്നാലെ ശൗലും കൂട്ടരും. രോഗം മാറ്റിയിരുന്നവനെ ശത്രുവായി ഗണിച്ച് കൊല്ലാൻ കാത്തിരുന്ന ശൗൽ അറിയാതെ എത്തപ്പെട്ടത് ദാവീദിന്റെ ഒളിസങ്കേതമായ ഗുഹയിൽ. ഒന്നും അറിയാതെ ഗുഹയിൽ കഴിഞ്ഞ ശൗലിനെ കൊന്നുകളയാൻ കൂട്ടുകാർ ദാവീദിനെ നിർബന്ധിച്ചു. എന്നാൽ ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരഗ്രം മാത്രം മുറിച്ചെടുത്ത് നിശബ്ദനായി മാറി നിന്നു ദാവീദ്. അതിൽ പോലും പിന്നീട് കുറ്റബോധത്തോടെ വിഷമിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാം. കാരണം ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തതായിരുന്നു എന്നതാണ് ദാവീദിന്റെ കുറ്റബോധത്തിന്റെ കാരണം. തന്റെ എതിരാളിയെ ശത്രു ആക്രമിക്കുന്നെന്ന് കേട്ടപ്പോൾ ഓടിയെത്തി ശൗലിനെ രക്ഷിക്കുന്ന ദാവീദിനെയും ശമൂവേലിന്റെ 1-ാം പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. മത്തായി 18:21 പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? പക്ഷേ കർത്താവിന്റെ മറുപടി 7 വട്ടമല്ല, 770 വട്ടം എന്നായിരുന്നു. അതിനർത്ഥം 490 പ്രാവശ്യം എന്നല്ല, അളവില്ലാതെ കണക്കില്ലാതെ ക്ഷമിക്കുക എന്നതാണ്. ദാവീദിനെ പോലെ വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്ന തന്റെ ശത്രുവിനെ രക്ഷിക്കാൻ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്ന, ഉപദ്രവിക്കാൻ മാത്രം അറിയുന്ന ദുഷ്ടനു വേണ്ടി കിന്നരം വായിച്ചു കൊടുക്കുന്ന, കൊല്ലാൻ അവസരം കിട്ടിയിട്ടും ഒന്നും അറിയാത്തവനെ പോലെ മാറി നിൽക്കുന്ന ദാവീദ് പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട്. ക്ഷമയുടെ നല്ല പാഠം. 770 വട്ടത്തെ ക്ഷമയുടെ അർത്ഥം എന്താണെന്ന് ദാവീദ് പറഞ്ഞു തരുന്നു. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന ചോദ്യത്തിന് അളവില്ലാതെ 770 വട്ടം എന്ന ഉപദേശം കേട്ട് വളർന്നവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് അനുയായികളാണ് അല്ലേ? ക്ഷമിക്കാൻ സാധിക്കുക എന്നത് പരിശുദ്ധാത്മാവിന്റെ നൽവരമുള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ്. അതിനർത്ഥം ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവാത്മാവ് കൂടെയില്ല എന്നല്ലേ? ശൗലിനെ പോലെ ദുരാത്മാവ് ബാധിച്ചവരായി ജീവിക്കുന്നവരാകാതെ ദൈവാത്മാവിൽ നിറഞ്ഞ് അളവില്ലാതെ ക്ഷമിക്കാൻ കഴിയുന്നവരാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ